ഓണക്കാലം കേരളത്തിന് അധികം കിട്ടിയ വസന്തമെന്ന് പറയുന്നു. ഓണവെയിലും ഓണനിലാവും വളരെ പ്രസിദ്ധമാണ്. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒത്തൊരുമയുടെയും ആഘോഷമാണ് മലയാളികൾക്ക് തിരുവോണം. കേരളത്തിൻ്റെ തനിമയും സംസ്കാരവും വിളിച്ചോതുന്ന ഓണം പ്രധാനമായും ഒരു കൊയ്ത്തുത്സവവും കൂടിയാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ജാതി മതഭേദമന്യേ ഓണം ആഘോഷിക്കുന്നു. ചിങ്ങമാസത്തിലെ അത്തം മുതൽ 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഓണാഘോഷം. വെളുപ്പിനുണർന്ന് എല്ലാവരും കുളിച്ച് പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു. ശ്രീകൃഷ്ണ ദർശനം നടത്തിയതിന് ശേഷം വീട്ടിൽ ഉപ്പേരി, പഴനുറുക്ക്, പപ്പടം ഇവ കൂട്ടിയുള്ള ഒരു പ്രാതലായിരിക്കും ഉണ്ടാകുക. അത് കഴിച്ചതിന് ശേഷം കുട്ടികൾ വളരെ സന്തോഷത്തോടെ ആനന്ദത്താൽ മുഖരിതമാക്കിക്കൊണ്ട് എല്ലായിടത്തും ഓടി നടക്കുന്നു. പ്രായത്തിൽ മുതിർന്നവരാണ് ഓണക്കോടികൾ കുട്ടികൾക്ക് സമ്മാനിക്കുന്നത്. അത്തം മുതൽ 10 ദിവസവും വീട്ടുമുറ്റത്ത് പൂക്കളമിടും. പൂക്കൾ പറിക്കാൻ പോകുമ്പോൾ കുട്ടികൾ ആർത്തുല്ലസിച്ച് ആർപ്പോ വിളിച്ച് അവർ കൂടകളിൽ പൂക്കൾ പറിച്ചെടുക്കുന്നു. വളരെ സന്തോഷത്തോടെ അവർ പൂക്കളമിട്ടതിന് ശേഷമായിരിക്കും അവരുടെ സ്കൂളിലേക്കുള്ള യാത്ര. 10ാം ദിവസം തൃക്കാക്കരയപ്പനെയും മഹാബലിയെയും വളരെ ആദരപൂർവം ആ പൂക്കളത്തിൽ എഴുന്നള്ളിച്ചിരുത്തുന്നു. അപ്പവും അടയും നിവേദിക്കുന്നു. അതിനോടൊപ്പം ആർപ്പുവിളികളാൽ സമ്പന്നമായിരിക്കും ആ പ്രകൃതി മുഴുവനും. മഹാബലി എന്ന വാക്കിൻ്റെ അർത്ഥം മഹാത്യാഗം ചെയ്തവൻ എന്നാണ്. മഹാബലിയെ മാവേലി എന്ന് വിളിക്കാറുണ്ട്. ഏതൊരു ജനതയുടെയും സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ അവരുടെ ആഘോഷങ്ങളിൽ ദർശിക്കാൻ കഴിയും. ഓണത്തെ സംബന്ധിച്ചുള്ള ഐതിഹ്യം നിങ്ങളും കേട്ടിട്ടില്ലേ?